ചിലർ അദ്ദേഹത്തെ ഭ്രാന്തനെന്നൊക്കെ വിളിക്കുന്നതായി കാണാം. ഉള്ളത് വെച്ച് ഏറ്റവും നല്ലത് കഴിക്കുകയും ധരിക്കുകയും നല്ലത് മാത്രം പാടുകയും പറയുകയും ചെയ്യുന്ന ഒരാളെ കുറിച്ച് എങ്ങനെയാ ഭ്രാന്തനെന്ന് വിളിക്കല്ലേ? റോമിയെപ്പോലെ ലോകം മുഴുവനും സഞ്ചരിച്ച് ഈ പ്രപഞ്ചത്തിൽ വിരിയുന്ന ആനന്ദം മുഴുവനും പ്രകീർത്തനത്തിൻ്റെ സംഗീതമാക്കുകയും അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയ പ്രണയ കാവ്യങ്ങൾക്ക് അസ്ഥിവാരമിടുകയും ചെയ്ത വലിയ മഹാനാണ് ഇച്ഛ. ഇച്ഛയുടെ സബോൾ മർഹാനി എന്നറിയപ്പെടുന്ന ബിരുദത്തിൽ നിന്നും അല്പം ഭാഗം മാത്രമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. സൂഫിയാക്കളുടെ ഭാഷ അവരെ മനസ്സിലാക്കിയ കൽബ് കൊണ്ടല്ലാതെ ഗ്രഹിക്കാനാകില്ല. കാരണം പ്രണയത്തിൻ്റെ ആൽമര ചില്ലകൾ പറിച്ചെടുത്ത് ഷൗക്കിൻ്റെ മഷിക്കുപ്പിയിൽ മുക്കിയെഴുതിയ വരികളാണവ. പരിശുദ്ധമായ നാമമാണ് റഹ്മാൻ റഹീം. ആ നാമങ്ങൾക്ക് തൊട്ട് മുമ്പുള്ള വാവിന് പുള്ളിയോടൊപ്പം ഒരു വള്ളിയിട്ട് കീഴ്ഭാഗത്തേക്ക് നോക്കിയാൽ അത് നമുക്ക് മദീന മുനവ്വറയിലെ പച്ചക്കുപ്പയായി നമുക്ക് കാണാം. കാരണം ആ നാമങ്ങളുടെ പരമമായ ലക്ഷ്യവും അങ്ങ് മദീനയിൽ തന്നെയാണ്. നബിയെ, അങ്ങേ ഈ ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ നാം പഠിച്ചിട്ടില്ല. ഇച്ചയുടെ അടുത്ത വരികളിൽ പ്രവാചക പ്രഭുവിനെ വർണ്ണിക്കുന്നത് നമുക്ക് കാണാം. ഏറ്റവും ഉന്നതമായ ആ കലിമത്തിന് ശേഷം അല്ലാഹു ഉടനെ പ്രഖ്യാപിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ നാമമാണ്. ആ മുഹമ്മദുർ റസൂലുള്ളാഹ് അങ്ങ് മദീനയിൽ സർവാഡംബരങ്ങളോടെ വിരാജിക്കുന്നു എന്നാണ് മഹാനായ കവി വരികളിലൂടെ ഉദ്ദേശിച്ചത്.
ആകാശത്തിന്റെ നാഥനിലേക്ക് നിനക്ക് എത്താൻ സാധ്യമല്ല. ആ വാതിലിന്റെ താക്കോലാണ് മീം. മീം എന്ന മുഹമ്മദീയത്തിൽ അലിഞ്ഞു ചേരാതെ ആരാണ് ഇലാഹിയത്തിലേക്ക് എത്തിയിട്ടുള്ളത്? അതല്ലേ സൂഫി കാവ്യരചനകളിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൻസൂർ പുത്തനത്താണി അദ്ദേഹം തന്റെ വരികളിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. എന്റെയൊന്നും എന്റെയല്ല, എല്ലാം നിന്റേതാണ് ചെല്ല. എന്റെയൊന്നും എന്റെയല്ല, എന്റെയല്ല, എല്ലാം നിന്റേതു മാത്രമാണ് ചെല്ല. ഉള്ളില്ലാതെ തൊള്ള തള്ളാതെ, ഉള്ളില്ലാതെ തൊള്ള തള്ളാതെ, ചെല്ലുകില്ലാത്ത കള്ളിന്റെ ഹരമുള്ളെങ്കിൽ, ചെല്ലുകില്ലാത്ത കള്ളിന്റെ ഹരമുള്ളെങ്കിൽ, മസ്ത് കിസ്തെങ്കിൽ മച്ചമീൻ നെഞ്ചെങ്കിൽ, ഇല്ലാതെ പുല്ലുവില തെല്ലും ഇല്ല വില, ഇല്ല പുല്ലുവില തെല്ലും ഇല്ല വില. എന്റെയൊന്നും എന്റെയല്ല, എല്ലാം നിന്റേതാണ് ചെല്ല. ഈ കാണുന്നതൊന്നും എന്റെയല്ല റബ്ബേ, എല്ലാം സർവാധിപതിയായ നിന്റേതു മാത്രമാണ്. ഞാൻ എന്നെ നിഷേധിക്കണം, അഥവാ ഞാൻ എന്ന മനുഷ്യനെ, ഞാൻ എന്ന നശ്വരനെ, അങ്ങനെയെല്ലാം സർവാധിപതിയായ അല്ലാഹുവിൽ സമർപ്പിക്കണം. തിന്മ കൊണ്ടും കള്ള് കൊണ്ടും നീ നിന്റെ മനസ്സിനെ മലിനമാക്കി കളയരുത്. മലിനമായ ഹൃദയത്തിൽ നീ എങ്ങനെയാ നൂറിനെ സ്വീകരിക്കുക? ഒരു ദോഷവും ചെയ്യാതെ എന്ന ജലാലയത്തിന്റെ ഇസ്മാണ് നിന്റെ ലഹരിയെങ്കിൽ ഈ ലോകത്തിലുള്ള അല്ലാഹു അല്ലാത്ത ഒരു സുഖത്തിനും നിനക്കൊരു ആനന്ദവും ലഭിക്കില്ല. ആനന്ദം എന്ന പരമാനന്ദത്തിൽ മാത്രമാണ്. കന്നഡ കവി റാസിയുടെ വരികൾ നിങ്ങൾ നോക്കൂ. അല്ലാഹു അല്ലാഹു പ്രശ്നയോ നിന്നരേ, പ്രശ്നയോ നിന്നരേ, ഉത്തരോ നിന്നരേ, ആദരയോ നിന്നരേ, 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 ധനുമാനോ നിന്നരേ, 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 ധനുമാനോ നിന്നരേ, നീനാദേ, നീനാദേ, നാഊദേ, നീനാദേ, 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 നാഊദേ, നീനാദേ. അല്ലാഹു 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 അല്ലാഹു. മീം എന്ന മുഹമ്മദീയത്തിൽ അലിഞ്ഞു ചേർന്നാൽ പിന്നെ അല്ലാഹുവല്ലാത്ത ഒരു ചോദ്യവുമില്ല, ഒരു ഉത്തരവുമില്ല. ഒരു മജ്നൂന്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? മജ്നൂനോട് അല്ലാഹു മജ്നൂനോട് ചോദിക്കാണ്, നീ എവിടെ നിന്നാ വരണത്? ഞാൻ എന്റെ ലൈലാന്റെ അടുത്ത് നിന്നാണ് വരണത്. നീ എവിടേക്കാണ് പോണത്? ഞാൻ എന്റെ ലൈലാന്റെ ചാരത്തേക്കാണ് പോണത്. അതാണ് ഈ സൂഫിയാക്കളുടെ പ്രണയലോകം. എല്ലാം അവൻ മാത്രമാണ്. എല്ലാത്തിനെ പോലെ ഭൂവിലറിഞ്ഞ് അൽഹക്കിന്റെ മധുനുകരാൻ അല്ലാഹു സർവ്വവിധ ഉദക്കവും നൽകട്ടെ എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇത് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.